പാലക്കാട്ടെ സിപിഎമ്മിലെ പൊട്ടിത്തെറി നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു രംഗത്ത്. നമ്മളിപ്പോ ഇതൊരു പാർട്ടി, ഞങ്ങളുടെ ഒരു പാർട്ടി സംഘടനാ രീതിയല്ല. ഒരു കത്ത് കൊണ്ട് തരിക, എന്നിട്ട് നേരെ വന്നിട്ട് നിങ്ങളെ കാണുക, എന്നിട്ട് ഒരേപോലെ കാര്യം പറയുക, അതൊരു സംഘടനാ രീതി. ഞങ്ങൾക്ക് ഒരു പാർട്ടി അംഗത്തിന് പറയാനുള്ള ഏത് കാര്യം, ആരെ വിമർശിക്കാനുള്ള ഒരു അവകാശമുള്ള അവർക്ക് ഉള്ളൊരു ഘടകമുണ്ട്. പാർട്ടി മെമ്പർമാരുടെ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ചാ. അതിന്റെ മുകളിലാണ് പിന്നീടുള്ള എല്ലാ ഘടകങ്ങളും. ആ ഘടകങ്ങൾ വിശദമായി പറയാ, ഏത് കാര്യം പറയാ. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ തിരുത്തേണ്ടതാണെങ്കിൽ അവർക്ക് നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞും തിരുത്തിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയത്. ഒരു സുപ്രഭാതി ജില്ലാ സെക്രട്ടറി കച്ചേരിയിൽ വന്നിരുന്നതാണോ? പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും LC സെക്രട്ടറി ആയിട്ടും ഏരിയ സെക്രട്ടറി ആയിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ പ്രവർത്തിച്ച് ഈ കാലയളവിൽ എന്തെല്ലാം കേട്ടിട്ടുണ്ടാവും, എന്തെല്ലാം പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പോരായ്മ വന്നിട്ടുണ്ടാവും. എനിക്ക് ആ പോരായ്മകളൊക്കെ ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങളെ സ്നേഹത്തോടുകൂടി വിമർശിക്കുമ്പോൾ ഏറ്റവും നല്ലത് സഖാക്കൾ വിമർശിക്കുന്നവരാണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്നതിന്റെ അർത്ഥം. സഖാക്കള് നമ്മളെ നന്നായി വിമർശിച്ചാൽ അവൻ ഈ പാർട്ടിയോടും നല്ല കൂറുണ്ട്, പാർട്ടിയെ നയിക്കുന്ന ഞങ്ങളോടും നല്ല കൂറുണ്ട് എന്നർത്ഥം. അപ്പൊ എനിക്കൊരു വീഴ്ച വന്നു, ആ വീഴ്ച ഒരാളും ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല. അയാൾക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, പാർട്ടി നന്നാവണമെന്നില്ല, നന്നാവണമെന്നില്ല. അപ്പൊ വ്യക്തിപരമായി നേതാവും നന്നാവണ്ട, അല്ലെങ്കിൽ നയിക്കുന്ന സഖാവും നന്നാവണ്ട, പാർട്ടി നന്നാവണ്ട. വിമർശിക്കുന്നവരാ ഈ പാർട്ടിയെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കുന്നത്. സിപിഎം പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. ഇതിനെതിരെയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു രംഗത്ത് വന്നത്. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാം, പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പാർട്ടിയെ വിമർശിക്കുന്നത് സംഘടനാ രീതി അല്ലെന്ന് സുരേഷ് ബാബു പ്രതികരിച്ചു. ഞാനിപ്പോ എന്നെ കുറിച്ച് എന്താ പറയാ, ഒരാൾക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. ആ പറഞ്ഞതിനിപ്പോ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? ഞാനത് ചെയ്യാൻ പറ്റില്ല. അല്ല, പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, അത് എനിക്ക് കൂടി ബോധ്യം വരണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാളുടെ ബോധ്യത്തിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അയാൾക്ക് അങ്ങനെ തോന്നി എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പത്രപ്രവർത്തകർക്ക് എന്നെ കുറിച്ച് ഒരു തോന്നലൊരു ദിവസം വരികയാണ്, എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാന്നല്ലാതെ നിങ്ങളുടെ രീതിക്കനുസരിച്ച് മാറുക എന്നുള്ളതല്ലല്ലോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പൊ നമ്മളെ ബോധ്യപ്പെടണമെന്നില്ല. നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ സംസാരത്തിലോ ഒരുപക്ഷെ ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പരിശോധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതെന്റെ പാർട്ടിപരമായി സംഘടനാപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പരിശോധിച്ചാൽ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തണം എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവര് പറയുന്ന കാര്യം അത് പുച്ഛത്തോടു കൂടി തള്ളുന്നതല്ല. മനസ്സിലായി? അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ അയാൾക്കത് തോന്നിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് തോന്നിയത് അയാളോടാണ് ചോദിക്കേണ്ടത്. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കും. ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിയും പാർട്ടി വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ തോറ്റത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 3 മണ്ഡലങ്ങളാണല്ലോ. കോങ്ങാട്, തൃത്താല, അതുപോലെ ചിറ്റൂര്. ഈ 3 മണ്ഡലങ്ങളിലെ തോൽവിയും നല്ല നിലയ്ക്ക് പരിശോധന നടത്തും. എവിടെയാണ് ഞങ്ങൾക്ക് ഇതിലെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, ആ വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളത് വസ്തുതാപരമായി ഓരോ ബൂത്തുകളിലും ഞങ്ങൾ പരിശോധന നടത്തും. അത് അങ്ങനെയൊന്നുമില്ല. പാർട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃത്താലയുടെ വോട്ടിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് 1500 വോട്ടിന്റെ കുറവുകളാണുള്ളത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. അതിനൊക്കെ SIRമായി ബന്ധപ്പെട്ട് അവിടെ ചേർത്തിയ വോട്ടും പിന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് ഞാൻ വിശദമായി ഇപ്പൊ പറയുന്നില്ല. UTV ന്യൂസ്, പാലക്കാട്.